അതിന് ഒന്നാമത്തെ 5 നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം, ഫസ്റ്റ് നിയമം 1 ഇൽഹാർ. ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കൽ. വെളിവാക്കൽ. എന്തിനാണ് വെളിവാക്കുന്നതെന്നറിയോ? സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് വെളിവാക്കുക. ഇതാണ് തൻവീൻ. ഇത് സുക്കൂനുള്ള നൂന് സാക്കിനായ നൂനെന്ന് പറയും. സാക്കിനായ നൂനിനെയും തൻവീനെയാണ് നമ്മൾ വെളിവാക്കുന്നത്. ഇരട്ട ഫത്തഹ്, ഇരട്ട കസർ, ഇരട്ട ലം. ഇരട്ട കസർ, ഇരട്ട ലം. അപ്പോൾ ഈ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് നമ്മൾ വെളിവാക്കുന്നത്. ഏതൊക്കെ അക്ഷരങ്ങൾക്ക് ഞാൻ 28 അക്ഷരത്തിൽ ഒരു 6 അക്ഷരങ്ങൾ എടുക്കാൻ പോവുക. എന്തിനാണ്? നൂനെ തൻവീനെ വെളിവാക്കാൻ വേണ്ടി. ഇതായിരിക്കും മുസ്ഹഫ് ഫുള്ളും 30 ജിസുവിലും വരുന്നത്. ഈ 6 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നാൽ നൂനെ തൻവീനെ വെളിവാക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തത് ഹംസ്, ഹ, ഹ, ഐന്, ഒയിന്, ഹ. ഈ ഹ. ഇതാണ് 6 അക്ഷരങ്ങൾ. ഹംസ്, ഹ, ഹ. ഹംസ് ആദ്യത്തെ അക്ഷരമാണ്. ഹ, ഹ അടുത്തടുത്ത അക്ഷരങ്ങളാണ്, മറക്കണ്ട. ഹ, ഹ, ഐന്, ഒയിന് അതും അടുത്തടുത്ത അക്ഷരങ്ങളാണ്. പിന്നെ ഏതാണ് അവസാനത്തെ? ഹ. ഹ തൊണ്ടയുടെ അങ്ങേറ്റം. നമ്മൾ ഈ ഹ പറയുമ്പോൾ നമ്മൾ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ ഹ പറയുമ്പോഴത്തേക്ക് ഒന്നൊരു ടച്ച്, ഒരു അനക്കം പോലെ ഇങ്ങനെ വരും. ഹ. മറ്റേ ഹ ആണെങ്കിൽ അൽഹംദു. ആ ഹ. ഈ ഹ ആണെങ്കിൽ ഹായാണ്. ഇത് ഹ. മറക്കല്ല്. അപ്പോൾ ഈ 6 അക്ഷരങ്ങളാണ് വരുന്നത്. ഈ 6 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മുസ്ഹഫിൽ. അതിൻ്റെ നിയമം എന്ന് പറയുന്നത് സാക്കിനായ നൂനെന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂൻ. സാക്കിനായ നൂനും തൻവീനും ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനെയും വെളിവാക്കണം. മനസ്സിലായില്ലേ? ഉദാഹരണം, എക്സാമ്പിൾ. ഉദാഹരണം, മൻ ആമന. മൻ ആമന. സാക്കിന നൂന് ശേഷം ഹംസ് വന്നു. ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നൂനിനെ വെളിവാക്കണം. അക്ഷരത്തെ അല്ല വെളിവാക്കേണ്ടത്, ഈ സാക്കിന നൂനിനെയും തൻവീനെയാണ് വെളിവാക്കേണ്ടത്. ഏതിനെ വെളിവാക്കേണ്ടത്? സാക്കിന നൂൻ ഇവിടെ വന്നു, ഹംസിന് മുന്നിൽ വന്നിട്ടുണ്ട്. അതിനെ മൻ എന്ന് നമ്മൾ പറയണം. മൻ ആമന അങ്ങനെ പറയണം. അത് മുസ്ഹഫ് നിറച്ചിങ്ങനെ മുസ്ഹഫിൽ ഫുള്ളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. തൻവീന് വേണ്ടേ? തൻവീനിക്ക് ഒന്ന് എഴുതാം. ഹസ്രത്തൻ, ഹസ്രത്തൻ അല. ഹസ്രത്തൻ അല. തൻവീന് ശേഷം ഐന് വന്നു. തൻവീന് ശേഷം ഈ ഐന് വന്നു. ഈ ഐന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ഹസ്രത്തൻ എന്ന് പറഞ്ഞു. തൻവീന് ശേഷം ഐന് വന്നപ്പം ഹസ്രത്തൻ വെളിവാക്കി പറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടിക്കോളും.
ധാരാളം ഉണ്ട്, ഖുർആനിൽ ഇങ്ങനെ വരും. അലീമൻ ഹക്കീമ. ഇപ്പോൾ അലീമൻ ഹക്കീമ എന്ന് തന്നെ പറയണം. തൻവീന് ശേഷം ഹ വന്ന്, ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഹ വന്ന്. തൻവീന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഹ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അലീമൻ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ സാക്കിന നൂന് ശേഷം ഹംസ് വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ് മൻ ആമന, മൻ ആമന, അങ്ങനെ വെളിവാക്കണം. അങ്ങനെ വെളിവാക്കേണ്ട. അതുപോലെ തന്നെ അൻ അംദ, നമ്മളിപ്പം ഫാത്തിഹ ഓതുമ്പോഴത്തേക്ക് നമ്മൾ അൻ അംദ പറയുമല്ലോ. അൻ അംദ. സാക്കിന നൂന് ശേഷം ഐന് വന്നു, സാക്കിന നൂന് ശേഷം ഐന് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് നൂനെ വെളിവാക്കി. കണ്ട, ഈ ഐന് വന്നു. സാക്കിനായ നൂനിന് ശേഷം ഈ ഐന്, ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഐന് വന്നുകൊണ്ട് നമ്മൾ നൂനെ വെളിവാക്കി. അൻ അംദ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഉടനെ ഫാത്തിഹ അങ്ങോട്ട് കൈയിട്ട് ഇങ്ങനെ ഓതിയ സുറോത്തല്ലദീന അന്നംത അലൈഹിം. അന്നംത അലൈഹിം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അന്ന് വെളിവാകും. പക്ഷേ നിങ്ങൾ അന്നും അന്നിനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വെളിവാക്കാതിരുന്നാലും അന്നംത എന്നായിപ്പോൾ അയിന് അവോയ്ഡായിപ്പോവും, അയിന് സൈലൻ്റ് ആയിപ്പോവും, ക്ലിയർ ആവില്ല, അർത്ഥ വ്യത്യാസം വരും. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാമെന്ന് പറഞ്ഞ ആയത്താണത്. അൻ അംത, അൻ പറഞ്ഞിട്ട് അൻ അംത, അൻ അംത, അങ്ങനെ അൻ വെളിവാക്കിയിട്ട് വേണം പറയാം. ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് സാക്കിന നൂന് ഐന് വന്ന്. അതുകൊണ്ട് നമ്മൾ വെളിവാക്കണം, നൂനിനെയാണ് വെളിവാക്കേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം ഇഖ്ഫാവ്. നമ്പർ 2 ഇഖ്ഫാവ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മണിക്കൽ, മണിച്ച് മറയ്ക്കൽ, മണിച്ച് മറയ്ക്കൽ. മണിച്ച് മറയ്ക്കൽ. എന്തിനാണ് മണിച്ച് മറയ്ക്കേണ്ടതെന്നറിയോ? എന്തിനാണ് നമ്മൾ മണിച്ച് മറയ്ക്കേണ്ടത്? സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് മണിക്കേണ്ടത്, മണിച്ച് മറച്ച് വയ്ക്കേണ്ടത്. അത് ഞാൻ വിശദീകരിച്ച് പറയാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം 28 അക്ഷരത്തിൽ ഒരു 6 അക്ഷരം ഞാൻ സാക്കിനായ നൂനെയും തൻവീനെയും വെളിവാക്കാൻ വേണ്ടി എടുത്തിരുന്നു. ഇനി ബാക്കി 22 അക്ഷരങ്ങളുണ്ട്. ഈ 5 നിയമത്തിനും കൂടെ 28 അക്ഷരത്തെ കഴിഞ്ഞെടുക്കുക. എല്ലാം സാക്കിനായ നൂനും തൻവീനെയും വെളിവാക്കാനും മണിക്കാനൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഈ 28 അക്ഷരത്തിൽ നിന്ന് 6 അക്ഷരം എടുത്ത് നൂനും തന്നെ വെളിവാക്കി. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 15 അക്ഷരമാണ്. ഇപ്പം തീരും കേട്ടോ. ഒരു 15 അക്ഷരം നൂനിനെ, അതിൻ്റെ മുന്നിൽ ഇതുപോലെ സുക്കൂനുള്ള നൂനും സാക്കിനായ നൂനും തൻവീനും വന്നാൽ നമ്മൾ മണിക്കണം. മണിച്ച്, നൂനെയും തൻവീനാണ് മണിച്ച് മറച്ച് വയ്ക്കേണ്ടത് കേട്ടോ. ആ അക്ഷരങ്ങൾ ഞാൻ എഴുതാം. 15 അക്ഷരങ്ങൾ. ത, സ, ജീം,
ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, വാദ്, തോ, ലോ, ഫാ, കോഫ്, കാഫ്. 15 അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങൾക്ക് മുന്നിൽ സാക്കിന നൂന് തൻവീനും വന്ന നൂന് തൻവീനെ മണിച്ച് മറയ്ക്കണം. അതിൻ്റെ നിയമം സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഈ 15 അക്ഷരങ്ങൾ വന്നാൽ ഈ അക്ഷരങ്ങൾ മറക്കാതെ ബൈഹാർട്ടാക്കിക്കണമെങ്കിൽ നമുക്ക് മണിക്കാൻ ഒക്കും. ഈ 15 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനെയും മണിച്ച് മറയ്ക്കണം. നൂനിനെയും തൻവീനെയാണ് മറച്ച് മണിക്കേണ്ടത് കേട്ടോ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എഴുതിക്കോളി. തജിരി എന്താ സാക്കിന നൂന് ശേഷം താ വന്ന് നമ്മുടെ നിയമം എന്താണ്? ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് നൂനോ തൻവീനോ വന്നാൽ മണിച്ച് മറയ്ക്കണം. നൂനാണ് മണിച്ച് മറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ മണിച്ച് മറിക്കുന്നുണ്ട മൂളി കൊടുക്കണം. ഞാൻ മൂളാൻ എളുപ്പ വഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. തജിരി ഒന്ന് മൂളിക്കൂടെ നമുക്ക്? എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ മൂളുന്നുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ ഒന്ന് നല്ല രീതിയിൽ തെറ്റില്ല പോകുന്നതിന് വേണ്ടി ഒന്ന് മൂളി കൊടുത്തൂടെ? ഞാൻ തമാശയ്ക്ക് പറയുന്നെങ്കിൽ അത് കാര്യമാണ്. മണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എളുപ്പ വഴി പറഞ്ഞു തരികയാണ് കേട്ടോ. തജിരി നേരം ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് ഞാൻ നൂൻ തൻവീൻ വന്നാൽ ഞാൻ നമ്മൾ ഒന്ന് മണിച്ച് മറച്ചു കൊടുക്കണം. നൂനിയും തൻവീനിക്ക് വേണ്ടി എഴുതാം. എന്താ തൻവീന് ശേഷം താ വന്നു. ഇപ്പോഴെന്താണ് നമ്മൾ മണിച്ച് മറയ്ക്കണം? ഏതിനെ മണിച്ച് മറയ്ക്കേണ്ടത്? തൻവീന്. അത് നമ്മളെങ്ങനെ ഉച്ചരിക്കണം? ജന്നാത്തിൻ തജിരി. ഞാൻ ഇപ്പം ജന്ന അറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മണിച്ചില്ലേ നൂനിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൂനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂന് ഷെദ് വന്നാൽ 2 അക്ഷരമാണ്. അത് മാത്രമല്ല അതിനെ നമ്മൾ ഒന്ന് മണിക്കുകയും കൂടെ വേണം. അതാണ് നൂനിൻ്റെ മീമിൻ്റെയും പ്രത്യേകത. മണിച്ച് ഇന്നാന്ന് തന്നെ പറയണം. അതുപോലെ ഖുർആൻ എവിടെ ഇങ്ങനെ കണ്ടാലും നമ്മൾ അങ്ങനെ തന്നെ പറയണം. അതുപോലെ ജന്നാത്തിൻ തജിരി ഉണ്ട്, തിൻ തജിരി മൂളി കൊടുക്കണം. അതാണ് മണിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ. അതിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ അജരിങ്കരീം ദക്ക അങ്ങനെ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഖുർആൻ 30 ജുസു ഉണ്ടല്ലോ, 28 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. അതിൻ്റെ മുന്നിലല്ലേ നൂനും സാക്കിന നൂനും തൻവീനും വരുന്നത്. അന്നേരം ഈസി അല്ലേ മനസ്സിലാക്കാൻ. അതുപോലെ കബിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഉദാഹരണം എല്ലാം ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ മുസഹഫ് കണ്ട് എഴുതിയെടുത്തോ. ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പിലും സാക്കിന നൂനും തൻവീനും ഉദാഹരണങ്ങൾ എഴുതി എടുത്തോണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ഒരു നിയമം.